ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ റിവ്യൂ കണ്ടിട്ട് ഒട്ടനെ പോയി സിനിമ കാണണം എന്ന് തോന്നുന്നത്. അധികം സസ്പെൻസൊക്കെ റിവീലാവുന്നതിന് മുമ്പേ പെട്ടെന്ന് പോയി സിനിമ കാണണമെന്ന്. സോ അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയായി നമ്മൾ ഇത്രയും ദൂരമൊക്കെ പോയി ഒരു സിനിമ കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സോ യെസ്, എന്തായാലും അങ്ങനെ ഞങ്ങളത് തലശ്ശേരിക്ക് പോവുകയാണ്. കുഞ്ഞൂസ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കോഴിക്കോട് നിന്ന് സിനിമ കാണാൻ നോ ഓപ്ഷൻസ്. സോ അതുകൊണ്ട് നമ്മൾ നേരെ തലശ്ശേരി പോയി അവിടെ അച്ചാച്ചൻ്റെയും അച്ഛമ്മയുടെയും കയ്യിൽ കുഞ്ഞൂസിനെ സേഫ് ആക്കിയിട്ട് വേണം നമുക്ക് സിനിമയ്ക്ക് പോകാൻ. യെസ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തുടരും മൂവീനെ പറ്റിയിട്ടാണ്. എന്താപ്പം മൂവി റിവ്യൂവും തിയേറ്റർ റെസ്പോൺസും ഒക്കെ കൂടെ കണ്ടിട്ട് ഒരു ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലായിരുന്നു. പെട്ടെന്ന് പോയി സിനിമ കാണണമെന്ന് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ ഓടുകയാണ്. ആദ്യത്തെ കുറച്ച് ദൂരമൊക്കെ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനൊരു പുതിയ ഡ്രൈവറാണ്. സോ അതിൻ്റേതായിട്ടുള്ള പേടി, ടെൻഷൻ എല്ലാം ഉണ്ട്. അതുകൊണ്ട് വലിയ തിരക്കില്ലാത്ത സമയത്ത് റോഡ് അത്യാവശ്യം കാലിയായിരുന്നു. അപ്പോൾ വെളുപ്പിനെയൊക്കെ ആയിരുന്നു ഞാൻ കുറച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം നേരെ ഞാൻ വണ്ടി അശ്വിൻ്റെ കയ്യിലേക്ക് കൈമാറി. ത്രൂ ഔട്ട് ജേർണി കുഞ്ഞൂസ് ഉറക്കമായിരുന്നു. സോ അത് നമുക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് തലശ്ശേരിയിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞൂസ് ഫുൾ ആക്റ്റീവ് എനർജറ്റിക് മോഡിലേക്ക് കടന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മോളിലേക്ക് വിട്ടു. ആദ്യമായിട്ട് ഞങ്ങൾ റിക്ലൈനർ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അവിടെ ആയിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. വലിയ ഡിഫറൻസ്, ലൈക്ക് പ്രൈസിൻ്റെ റേഞ്ചിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇരിക്കാൻ സീറ്റ്സ് അത്രയും കംഫർട്ടബിളായിരുന്നു. ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ മൂവീനെ പറ്റി പറയാനാണെങ്കിൽ കിടിലം മൂവി. ആരോ റിവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ പഴയ ലാലേട്ടനെ ഞാൻ കണ്ടിടുമെന്ന്. അത് തന്നെയായിരുന്നു എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫുൾ തമാശയാണെങ്കിലും ആ ഒരു മോഹൻലാൽ എന്ന നടനെ ഫുള്ളായിട്ടും കാണിച്ചിട്ടുള്ളൊരു മൂവിയായിരുന്നു. നിങ്ങൾ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കുക, പെട്ടെന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണുക. സോ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കുഞ്ഞൂസ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഉഷാറായിട്ടിരിക്കുകയായിരുന്നു. അച്ചാച്ചൻ്റെ കൂട്ടത്തിൽ വെള്ളമൊഴിക്കലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു, സിനിമ കഴിഞ്ഞ് വന്നിട്ടായിരുന്നു നമ്മളതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അച്ഛനും കൊച്ചുമോനും കൂടെ ഒരു ചെറിയ വാക്കിനൊക്കെ പോയി. പിന്നെ രാത്രി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ 10th ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീഡിയോ കോളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ.